പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങില്ല എന്നാണ് ഈ മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വിവരം. ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിന് തരൂർ എത്തില്ല. ലോക്സഭയിലെത്തി ഒപ്പിട്ട ശേഷം തരൂർ പശ്ചിമ ബംഗാളിലേക്ക് പോയി. अंजलि साहब को बोला है sure, sir. Sir, you are getting a Savarkar award, sir. I'm not getting anything. I'm sorry. I just heard about this yesterday. I'm not going. Thank you very You are much. not going, sir? No, I'm not here. Thank you. You are not here? Okay. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, അവിടെ ഇല്ലാത്തത് കൊണ്ട് വാങ്ങാൻ പോകുന്നില്ല എന്നതാണോ, അതോ സവർക്കർ പുരസ്കാരമായതുകൊണ്ട് വാങ്ങാനില്ല എന്നതാണോ തരൂരിന്റെ നിലപാട്? കൂടുതൽ വ്യക്തത എന്തായാലും നിലവിൽ ശശി തരൂർ വരുത്തിയിട്ടില്ല. അദ്ദേഹം വാങ്ങുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ പാർലമെന്റിലേക്ക് എത്തി. അവിടെ ഒപ്പിട്ട ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു. കൊൽക്കത്തയിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാനുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ ലോക്സഭയിലെത്തി, പാർലമെന്റിലെത്തി അദ്ദേഹം ഒപ്പുവെച്ച ശേഷം മടങ്ങ കൂടി ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസമാണ് തനിക്ക് അവാർഡിനെ പറ്റിയുള്ള വിവരം ലഭിച്ചത്. എന്തായാലും താൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒറ്റ വാക്കിൽ തന്നെ മറുപടി അദ്ദേഹം പറഞ്ഞ് ഒഴിവാകുകയാണ്. എന്തായാലും പ്രധാനമായിട്ടും കോൺഗ്രസിൽ വലിയ തോതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അത് സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ AICCയെ സംബന്ധിച്ചായാലും തന്നെ അദ്ദേഹം ഈ പുരസ്കാരം വാങ്ങരുത് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നത്. ഏറ്റവും സവർക്കറിന്റെ പേരിലുള്ള പുരസ്കാരം ശശി തരൂരിനാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് പുരസ്കാര ദാന ചടങ്ങ്. പക്ഷേ ഞാനിവിടെ ഇല്ല, വാങ്ങുന്നില്ല എന്ന് മാത്രം പറഞ്ഞു. അത് സവർക്കറുടെ പേരുള്ള ഒരു പുരസ്കാരം, അത് സ്വീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നതാണോ, അതോ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് വാങ്ങാൻ കഴിയുന്നില്ല, സ്ഥലത്തില്ല എന്നതാണോ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഞാനിവിടെ ഇല്ലാത്തതിനാൽ വാങ്ങുന്നില്ല എന്നത് വേണം അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ വിശദീകരണം തരൂരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. കോൺഗ്രസുമായി കുറെ കാലമായി ഇടഞ്ഞു നിൽക്കുകയാണ് തരൂർ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് പേരിന് വേണ്ടിയൊക്കെ വന്നുവെങ്കിലും തരൂർ കോൺഗ്രസിന് പുറത്ത് എന്നൊരു തോന്നൽ, ആ പ്രതീതി കുറെ കാലമായുണ്ട്. നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ എപ്പോഴും സജീവമായി തരൂർ രംഗത്ത് വരുന്നതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സവർക്കർ പുരസ്കാരം തരൂരിന് പ്രഖ്യാപിക്കപ്പെട്ടത്. കോൺഗ്രസിലെ അതൃപ്തികൾക്കിടയിൽ അർജുൻ, കോൺഗ്രസിലെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. നേതാക്കളുടെയൊക്കെ ഒരു പൊതുപ്രതികരണം എങ്ങനെയാണ്? ഈ അവാർഡ് വാങ്ങരുത് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. നേരത്തെയും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ശശി തരൂരിന്റെ അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ നടപടികൾ കോൺഗ്രസ് തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ തിരിച്ചടിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ടായിരുന്നു വിദേശ പ്രതിനിധികൾക്ക്, പ്രധാനമായിട്ടും ഇപ്പോൾ പുടിൻ അടക്കം ഒരുക്കിയിട്ടുള്ള ഡിന്നറിൽ അതിൽ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ക്ഷണിക്കാതെ ശശി തരൂരിന് ക്ഷണം വന്നതും അദ്ദേഹം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതിൽ തന്നെ കോൺഗ്രസ് വലിയ തോതിൽ വിമർശനം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രഥമ സവർക്കർ അവാർഡ് അത് ശശി തരൂരിന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, ശശി തരൂരിന് മാത്രമല്ല വി മുരളീധരൻ, അതുപോലെ തന്നെ മറ്റ് MP-മാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്കടക്കം, ഇപ്പോൾ ഗായകൻ M ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. HRDS ഒരു NGO ആണ്, അവരുടെയാണ് ഈ അവാർഡ്, അവരാണ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നത്. വൈകിട്ട് 3 മണിക്കായിരുന്നു ഡൽഹിയിൽ വെച്ച് ഈ ചടങ്ങ് നടക്കാനുണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെയാണ് തനിക്ക് ഈ അവാർഡിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചത്. അത് വാങ്ങുമോ വാങ്ങില്ലോ എന്നുള്ള കാര്യത്തിൽ HRDS മറുപടി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം അതിലൊരു പ്രതികരണം നടത്താനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെയും മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനായി വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം പാർലമെന്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഒന്നും പറയാതെയാണ് അദ്ദേഹം പോയത്. താൻ പോകുന്നില്ല എന്ന് ഒരൊറ്റ വാക്കിലാണ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം ഒതുക്കുന്നത്. അതിനപ്പുറത്തേക്ക് താൻ ഇപ്പോൾ തന്നെ കൊൽക്കത്തയിലേക്ക് പോവുകയാണ് എന്നുള്ള മറുപടി കൂടി നൽകിയിട്ടുണ്ട്. എന്തും ഇതിൽ കൂടുതൽ വ്യക്തത ഒരുപക്ഷെ HRDS വരുത്തുമോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അജയ് കൃഷ്ണൻ, HRDS സെക്രട്ടറിയാണ്, അദ്ദേഹത്തോട് പലരും അഭിപ്രായം തേടിയ സമയത്ത് ശശി തരൂരിനോട് മുൻകൂർ തന്നെ ഇക്കാര്യം, ഈ അവാർഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, എന്തെങ്കിലും അസൗകര്യമുണ്ടോ ഈ അവാർഡ് വാങ്ങുന്നതിൽ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ അസൗകര്യമുള്ളതായി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്നലെ അടക്കം അജയ് കൃഷ്ണന്റെ പ്രതികരണം പലരും തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇതിൽ ശശി തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം അദ്ദേഹം അവാർഡ് വാങ്ങുന്നില്ല എന്നത് തന്നെയാണ്. ശരി, ഏതായാലും ഒരു സ്വതന്ത്ര നിലപാട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് തരൂർ തന്റെ നിലപാടുകളെ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും പരമോന്നത പാർട്ടി സംവിധാനം, ബോഡിയായ പ്രവർത്തക സമിതി അംഗമായിരിക്കെ തന്നെ സ്വീകരിക്കുന്നത്. പക്ഷേ അത് BJP അനുകൂല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂല നിലപാടാണ്. ഇപ്പോൾ പ്രഥമ സവർക്കർ പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്നത് വാർത്ത സ്ഥിരീകരിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പക്ഷേ വ്യക്തതയില്ല. ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് വാങ്ങുന്നില്ല, സ്ഥലത്തുണ്ടാകില്ല എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.